വാഹന അപകടം സംഭവിച്ച് 6 മാസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്താൽ മാത്രമേ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിൽ നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ അത് അപേക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അതിൽ സ്ട്രിക്റ്റായ ഒരു ടൈം ബാർ ഉണ്ട്. സുപ്രീം കോടതിയിൽ അപ്പീൽ പെൻഡിങ് ഉണ്ട്. എന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 166 പ്രകാരം നമ്മൾക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ നെഗ്ലിജൻസ് നോക്കാതെ പ്രതികൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന 164 പ്രകാരം നമ്മൾക്ക് കോമ്പൻസേഷന് വേണ്ടി, നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കാം. പക്ഷേ അത് താരതമ്യേന വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രോപ്പർട്ടി ഡാമേജിൻ്റെ കേസ് ഇത് തന്നെയാണ്. അതും 6 മാസത്തിനുള്ളിൽ നമ്മൾ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇത് കേസ് ഫയൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പോലീസ് ഫൈനൽ റിപ്പോർട്ട് പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിക്കൊണ്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ, ഒരു ഹർജി ട്രിബ്യൂണലിന് മുമ്പിൽ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ അവൈലബിളായ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടൈം ബാർ പേടിച്ചുകൊണ്ട് നമ്മൾ ഫയൽ ചെയ്ത് നമ്പറാക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇതിൽ 2 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്, ഫൈനൽ റിപ്പോർട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ 4-5 മാസം ആയാൽ പോലും ഫൈനൽ റിപ്പോർട്ട് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. എന്നാലും അവൈലബിളായ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്പറാക്കിയിട്ടാണ് ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ ഇപ്പോൾ ഫയലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.